The power of love. ഒരു മനുഷ്യനിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് ലവ് എന്നത്, സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹത്തിന് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. സ്നേഹത്തിന് ഒരാളെ ഹീൽ ചെയ്യാൻ പറ്റും. ഹീലിംഗ് പവറുണ്ട് സ്നേഹത്തിന്. അതൊരു സെൽഫ് ഹീലിംഗ് ആയിക്കോട്ടെ, മറ്റൊരു വ്യക്തിയെ ഹീൽ ചെയ്യുന്നതായിക്കോട്ടെ. നമ്മുടെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന എത്ര ആഴമുള്ള മുറിവുകളെയും നമ്മളെ വ്രണപ്പെടുത്തുന്ന ഓർമ്മകളെയും മാറ്റി നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ലവ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലും ചേഞ്ചസ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന മേഖലകൾക്കകത്ത് പോലും ലവിന് വളരെ ഡീപ്പായിട്ട് സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കും. സോ നമുക്ക് ലവിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം, ഇറ്റ്സ് എ ഹീലർ. അതിനെ ഹീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ശരീരത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള കണ്ടീഷൻസിനെ പോലും ലവിന് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹീൽ ചെയ്യാനും സാധിക്കും. ലവിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്, ലവിന് ഒരു വ്യക്തിനെ ശക്തിയുള്ള വ്യക്തിയാക്കാൻ പറ്റും. ഫിസിക്കലി അല്ല കേട്ടോ, മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആക്കാൻ പറ്റും ലവിന്. ഏത് ഡേഞ്ചറസ് കണ്ടീഷനകത്ത്, സിറ്റുവേഷൻസിനകത്ത് നിന്നിരുന്നാലും ശരിയായിട്ടുള്ള ഒരു ലവ് നമുക്ക് തരാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലവിനെ നമുക്ക് മറ്റൊരു വ്യക്തിക്ക് ഒരു ഡേഞ്ചറസ് കണ്ടീഷനിൽ കൊടുക്കാനായിട്ട് സാധിച്ചാൽ ആ വ്യക്തിക്കോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കോ ഒരു സ്ട്രോങ് ഫീല് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ നമ്മളെ സ്ട്രോങ് ആക്കും, നമ്മൾ കൂടുതൽ സ്ട്രെങ്തൻ ആക്കും. കാര്യം ലവിൻ്റെ പവർ അത്രത്തോളം ഉണ്ട്. ഇനി ലവിനുള്ള വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ചുറ്റും ഒരു പോസിറ്റീവ് എനർജീനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ലവിനുണ്ടാകുന്ന ഒരു മാജിക്കൽ പവറാണ് കേട്ടോ. നമ്മുടെ ചുറ്റും ഒരു പോസിറ്റീവ് എനർജി, ഈ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ആവുന്നത് ലവിൽ നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനകത്ത് ഇനി എത്ര ഡാർക്കായിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനകത്ത് എത്ര കയ്പുള്ള കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിലും അതിങ്ങനെ വാനിഷായിട്ട് പോകും. കാര്യം ഈ ഒരു ഡാർക്ക് കണ്ടീഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഡെപ്ത് ഓഫ് ഡാർക്ക്നെസ് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് സാഡ്നെസ്സിനെയൊക്കെ വാനിഷ് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ, റിമൂവ് ചെയ്യാനായിട്ട് ലവിന് സാധിക്കും. നമ്മുടെ ഉള്ളിൽ പ്യുവറായിട്ടുള്ള സ്നേഹമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും ഈ ഒരു പോസിറ്റീവ് എനർജീനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക മാത്രമല്ല, നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്നവരിലേക്കും ഈ പോസിറ്റീവ് എനർജി ഇങ്ങനെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കകത്ത്, നമ്മളെടുക്കുന്ന ഡിസിഷൻസിൻ്റെ അകത്ത്, നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളുടെ അടുത്ത് ഒക്കെയും ഈ പോസിറ്റീവ് എനർജി, പോസിറ്റീവ് വൈബ് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കും. സോ ലവിന് നമ്മുടെ ചുറ്റും ഒരു പോസിറ്റീവായിട്ടുള്ള എനർജീനെ ക്രിയേറ്റ് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ, നമ്മളെ ഭയങ്കര പോസിറ്റീവായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ലവിന് സാധിക്കും. അതും നമ്മുടെ ഉള്ളിൽ കളങ്കമില്ലാത്ത സ്നേഹം ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ലവിന് ചില വ്യക്തികളുടെ പേരുകളെ റീനെയിം ചെയ്യാനായിട്ട് പറ്റും. കാര്യം ലവ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിംഗ് ഫാക്ടറാണ്, അത് ജീവൻ കൊടുക്കുന്ന ഒരു ഫാക്ടറാണ്. സോ ലൈഫിനകത്ത് എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ലൈഫിനകത്ത് ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അവസ്ഥകൾക്കകത്ത് നിന്നിട്ട് നമുക്ക് ഓവർകം ചെയ്യാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിന്നിട്ടുള്ള പ്യുവറായിട്ടുള്ള ലവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നമ്മുടെ പേരിനെ നമുക്കൊന്ന് റീനെയിം ചെയ്യാനായിട്ട് സാധിക്കും. പേരിനെ റീനെയിം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നാണ്. ലാസ്റ്റ് എടുത്തു പറയേണ്ടുന്ന ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്, ലവിന് ഒരു വ്യക്തിയെ ബാക്ക് ടു ലൈഫ് കൊണ്ടുവരാൻ പറ്റും. ലൈഫിൻ്റെ എൻഡ് പോർഷനിൽ നിന്നിട്ട് അയാളെ ബാക്ക് ടു ലൈഫ് കൊണ്ടുവരാൻ പറ്റും. അതൊരു പക്ഷേ മെൻ്റലി ആയിരിക്കാം, ഒരു പക്ഷേ ഫിസിക്കലി ആയിരിക്കാം. ഏത് കണ്ടീഷൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും ഒരു പ്യുവർ ലവ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വ്യക്തിയെ ബാക്ക് ടു ലൈഫ് കൊണ്ടുവരാൻ പറ്റും. ഫുൾ എനർജറ്റിക് ആയിട്ട്, ഫുൾ ഡ്രീമി ആയിട്ട്, ഫുൾ സക്സസ്ഫുള്ളി നമുക്കൊരു വ്യക്തിയെ ബാക്ക് ടു ലൈഫ് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി ലവ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല. മറ്റുള്ളവരോട്, നമ്മുടെ ചുറ്റും നിൽക്കുന്നവരോട്, നമ്മളോട് സ്നേഹം കാണിക്കുന്നവരോട്, നമ്മളോട് ദേഷ്യം കാണിക്കുന്നവരോട്, നമ്മളോട് വെറുപ്പ് കാണിക്കുന്നവരോടൊക്കെയും നമുക്ക് ഫ്രീ ആയിട്ട്, അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് ലവ്. അതുപോലെ ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ളവർക്ക് ലവ് കൊടുക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് നിന്നിട്ടുള്ള സ്നേഹം അങ്ങോട്ട് കൊടുക്കുന്നതിന് മുൻപ് ഒന്ന് ശ്രദ്ധിക്കുക, സെൽഫ് ലവ് കൂടെ ഉണ്ടോ എന്ന്. നമ്മളോട് തന്നെ ഈ ഒരു സ്നേഹം കാണിക്കുന്നുണ്ടോ? നമ്മുടെ മൈൻഡിനോട്, നമ്മുടെ ബോഡിയോട്, നമ്മുടെ കണ്ടീഷൻസിനോട്, നമ്മുടെ ഫ്യൂച്ചറിനോട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും
വാല്യുബിൾ മൊമെൻറ്റ്സ് ആയിട്ടുള്ള നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റ്സിനോട് നമ്മൾ ലവ് കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് തിരിച്ചറിയണം. നമ്മുടെ അകത്തില്ലാത്ത സാധനം നമുക്കൊരിക്കലും മറ്റു വ്യക്തിക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. സോ കീപ് യുവർ ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പവർ ഓഫ് ലവ്.